അത്ര പ്രസിദ്ധനല്ലാത്ത പ്രായമായ ശില്പി തൻ്റെ പ്രതിമയുടെ ആവരണം നീക്കം ചെയ്തപ്പോൾ കാണികൾ അമ്പരന്നു. KKG ഫിറ്റിൻ്റെ 204 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു രാജാവ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന ഒരു ശില്പം നിർമ്മിക്കാൻ നാട്ടിലെ പ്രശസ്തരായ ശില്പികൾക്കായി ഒരു മത്സരം നടത്തി. മികച്ച ശില്പിക്ക് വലിയ സമ്മാനവും ശില്പത്തിന് കൊട്ടാരത്തിൽ പ്രത്യേക സ്ഥാനവും രാജാവ് വാഗ്ദാനം ചെയ്തു. രാജ്യത്തെ പ്രശസ്തരായ ശില്പികളെല്ലാം മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഏറ്റവും മനോഹരമായ യാതൊരു കുറവുകളുമില്ലാത്ത സുന്ദരികളുടെയും വീരന്മാരുടെയും ജ്ഞാനികളുടെയും പ്രതിമകൾ കൊട്ടാരമുറ്റത്ത് എത്തിച്ചു. എല്ലാവരും ആ അത്ഭുത ശില്പങ്ങൾ കണ്ട് കൈയടിച്ചു. അപ്പോഴാണ് അത്ര പ്രശസ്തനല്ലാത്ത അകലെയുള്ള ഗ്രാമത്തിൽ നിന്നു വന്ന പ്രായമായ ഒരു ശില്പി തൻ്റെ പ്രതിമയുമായി എത്തിയത്. അദ്ദേഹം പ്രതിമയുടെ ആവരണം മാറ്റിയപ്പോൾ ചുറ്റും നിന്നവർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം ആ മനോഹരമായ ശില്പത്തിൻ്റെ നെഞ്ചിനു കുറുകെ വലിയൊരു വിള്ളലുണ്ടായിരുന്നു. മറ്റ് ശില്പികൾ പരിഹസിച്ചു. മാസങ്ങൾ സമയം കിട്ടിയിട്ടും ഈ വിള്ളൽ പോലും മാറ്റാൻ കഴിയാത്ത നീ എന്ത് ശില്പിയാണ്? നിനക്കറിയില്ലേ, ഇത് ശ്രേഷ്ഠതയുടെ മത്സരമാണ്, തെറ്റുകളുടേതല്ല. പക്ഷേ ആ വൃദ്ധൻ ശാന്തനായിരുന്നു. രാജാവ് എല്ലാ പ്രതിമകളും കണ്ട് ഒടുവിൽ വിള്ളലുള്ള പ്രതിമയുടെ മുന്നിലെത്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ വിള്ളൽ ബാക്കി വെച്ചത്? അപ്പോൾ ആ ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, കാരണം ലോകത്ത് ഒരു മനുഷ്യനും പൂർണ്ണനല്ല. നോ ഹ്യൂമൻ ഈസ് പെർഫെക്റ്റ്. ശില്പി തുടർന്നു, ഈ വിള്ളൽ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യന്റെ തെറ്റുകളെയാണ്, പരാജയങ്ങളെയാണ്, അവൻ്റെ ഉള്ളിലെ ഭയത്തെയും സങ്കടങ്ങളെയുമാണ്. ഒരു വീരനായ പോരാളിക്കും ഉള്ളിൽ ഭയമുണ്ടാകാം. വലിയൊരു രാജാവിനും തെറ്റുകൾ പറ്റാം. ഒരു ജ്ഞാനിക്കും സംശയങ്ങൾ ഉണ്ടാകാം. ഞാൻ ഒരു കുറവുമില്ലാത്ത പ്രതിമ ഉണ്ടാക്കിയാൽ അതൊരു സങ്കല്പം മാത്രമാകും. എന്നാൽ ഈ വിള്ളലിലൂടെ ഞാൻ നിർമ്മിച്ചത് യഥാർത്ഥ മനുഷ്യനെയാണ്. ഇത് കേട്ട രാജാവ് മറ്റെല്ലാ പെർഫെക്റ്റ് പ്രതിമകളെയും അവഗണിച്ച് വിള്ളലുള്ള പ്രതിമ ഉണ്ടാക്കിയ ശില്പിയെ വിജയിയായി പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും പലപ്പോഴും പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നവരാണ്. ഒരു തെറ്റും പറ്റരുത്, ഒരു പരാജയവും ഉണ്ടാകരുത് എന്ന് കരുതി ജീവിക്കുന്നവർ. എന്നാൽ ഓർക്കുക, പരാജയങ്ങളും തെറ്റുകളും നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനാണെന്നതിൻ്റെ അടയാളങ്ങളാണ്. തെറ്റുകൾ പറ്റാത്തവനല്ല ശക്തൻ, മറിച്ച് തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ ധൈര്യം കാണിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. നിങ്ങളുടെ കുറവുകളെ ഓർത്ത് സ്വയം വെറുക്കാതിരിക്കുക. ബൈ ഫ്രം KKG.